ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അത്തൂസ് റിതം ഓഫ് ലൈഫ്. ഞാൻ അതുല്യ വിജിത്ത്. നമ്മളിന്ന് DIY ബ്യൂട്ടി കോർണറിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ഈ DIY എന്താണെന്ന് വെച്ചാൽ ഡു ഇറ്റ് യുവർ സെൽഫ് ബ്യൂട്ടി കോർണർ എന്നാണ്. അതിന് മുന്നേ ഞാൻ ഇതുപോലെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ DIY ബ്യൂട്ടി കോർണർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് വേറെ ഒന്നിനുമല്ല, നമ്മളിങ്ങനെ പല ടൈപ്പ് വീഡിയോസ് ഇടുന്നതുകൊണ്ട് നമുക്ക് നോക്കുന്നവർക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ അങ്ങ് മിക്സപ്പ് ആയി പോകണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടേക്കുവാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീം ആട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ആദ്യം തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു 1/2 കപ്പ് അലോവേറ ജെല്ല്, 25 ml കഞ്ഞിവെള്ളം, പിന്നെ ഒരു ടീസ്പൂൺ ഷിയ ബട്ടർ. അത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഇത് ഓറഞ്ച് പൗഡറാണ്. ഓറഞ്ച് പൗഡർ നമ്മുടെ റോസ് വാട്ടറിൽ ഇട്ടിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് പൗഡറാണ്, അത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഫുള്ള് നമ്മുടെ ബട്ടറാണ്, അൺസോൾട്ടഡ് യൂസ് ചെയ്യണം. വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ഒരു 70 ml റോസ് വാട്ടറിലേക്ക് ആദ്യം നമ്മുടെ ഓറഞ്ച് പൗഡർ, ഒരു 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് ചേർക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിത് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ, അതിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ച് പൗഡറാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ തന്നെ മുകളിൽ കുറച്ച് തരിയുള്ളതൊക്കെ പോകും. പക്ഷേ നല്ല തിക്കായിട്ടുള്ളൊരു ഏകദേശം ഒരു പേസ്റ്റ് പോലെ കേട്ടോ. നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ലൊരു പേസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുന്നത്. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടും ഓറഞ്ച് പൗഡറിൻ്റെയും നമ്മുടെ റോസ് വാട്ടറിൻ്റെയും മിക്സ്ചർ. പിന്നെ നമുക്ക് വേണ്ടത് ഇനി കഞ്ഞിവെള്ളമാണ്. അതിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ് ആട്ടോ എടുത്തേക്കുന്നത്. ഏത് അരി എടുത്താലും മതി, കുഴപ്പമില്ല. ബസ്മതി റൈസ് ആകുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലുണ്ട്, അതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ കഞ്ഞിവെള്ളം അരിച്ചെടുക്കുക, ഒരു 25 ml. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി. അത് നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യരുത്, ഡബിൾ ബൗൾ ചെയ്യണം. അതിനൊരു ചരുവം വെക്കുക. ചരുവത്തിന് മേലേക്ക് ഒരു ചെറിയൊരു ചീനച്ചട്ടിയോ കടായിയോ വെക്കുക. അലോവേറ ജെല്ലിടുക. പിന്നെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ആയതിനു ശേഷം അടുത്തത് നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻറ്റും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ റോസ് വാട്ടറിൻ്റെയും ഓറഞ്ച് പൗഡറിൻ്റെയും കൂടി ആ ഒരു മിക്സ്ചർ ചേർക്കുക. കണ്ടോ, ഇപ്പോൾ തന്നെ അതൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. അടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് സ്കിന്നിന് ഭയങ്കര ബെനിഫിറ്റ് ആട്ടോ. നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ സ്കിൻ ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ബട്ടർ. ഇതിലേക്ക് ഒരു പിഞ്ച് ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ കൂടുതൽ ചേർത്താൽ ഒരു യെല്ലോ ടിൻറ്റ് നമ്മുടെ ഫേസിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് 1 ടീസ്പൂൺ ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ ഇതുപോലെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അതിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു സെറം പോലെയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് തിക്കൊരു ക്രീമി ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് 2 തവണ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഒത്തിരി അടിക്കുമല്ല, ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് കട്ടി നല്ല തിക്കായിട്ടുള്ള നല്ലൊരു മിക്സ്ചർ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഒരു 4-5 ദിവസമൊക്കെ പുറത്തിരുന്നുകൊണ്ട് ചീത്തയാവുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലത്തേക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ക്രീം ഞാനൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അതേ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കണ്ടോ, ആ യെല്ലോ കളറൊന്നും നിൽക്കില്ല. അതേ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര സ്മൂത്താട്ടോ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ക്രീം നന്നായിട്ട് അബ്സോർവ് ആകും. ഇതിൻ്റെ സ്മെല്ലും ഭയങ്കര നല്ല സ്മെല്ലാട്ടോ. നമ്മുടെ ഓറഞ്ചിൻ്റെയും റോസ് വാട്ടറിൻ്റെയും കൂടെ സ്മെല്ല് വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ക്രീം അല്ലാന്ന് നമുക്ക് തോന്നില്ല. അതിലും ഒത്തിരി ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ഉണ്ടാക്കുന്നതായാലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും എന്ത് ബ്യൂട്ടി പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം കേട്ടോ. നമ്മുടെ സ്കിന്നിന് ചേരുമോ എന്നുള്ളത് ചെവിയുടെ പിന്നിലോ അല്ലെങ്കിൽ നമ്മുടെ കൈത്തണ്ടയിലോ എവിടെയെങ്കിലും തേച്ച് നോക്കുക. എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വേണം പിന്നെ നമ്മളത് യൂസ് ചെയ്യാനായിട്ട്, എന്ത് പ്രോഡക്റ്റ് ആയാലും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം.